ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഡലിയും ദോശയുടെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ ചട്നിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ തക്കാളി ചട്നി വീഡിയോയിൽ നിന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 5 വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇത് വഴറ്റുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം. വഴന്നു വരുന്ന ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി ഇത് വേവിച്ചെടുക്കുക. തുടരെ ഇളക്കിക്കൊണ്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഏകദേശം ടൊമാറ്റോയും സവാളയും വെന്ത് വരാറായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. നല്ലതുപോലെ തണുത്ത ഈ തക്കാളി ചട്നി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അടച്ച് ഒത്തിരി ഫൈനായിട്ട് അരയ്ക്കേണ്ട, ചട്നി അരച്ചുകൊണ്ട് വരാം. തക്കാളി ചട്നി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് താളിച്ചും കൂടി ഒന്ന് കൊടുക്കാം. താളിക്കുന്നതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആ ഉഴുന്ന് ഒന്ന് ചുമക്കുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഉഴുന്ന് പരിപ്പ് ചുമന്ന് വന്നിട്ടുണ്ട്. ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചട്നി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ടൊമാറ്റോ ചട്നി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ടൊമാറ്റോ ചട്നി റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.